ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 44 സൈസ് ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ്ങും പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഡിസൈൻ ഞാൻ ചെയ്യുന്നതാട്ടോ ഇതിൽ കാണിക്കുന്നത്. ഇതൊരാളുടെ ബോഡി മെഷർമെൻറ്റിൽ നിന്നും മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇത് നൈറ്റി കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിനെ 4 ആയിട്ട് മടക്കി ഇതേ ഞാൻ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ഇതാണ് ഓപ്പൺ സൈഡ് വരുന്നത്. 4 ആയിട്ട് മടക്കിയ ഭാഗം വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഫോൾഡഡ് സൈഡ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ നിന്ന് നൈറ്റിയുടെ ലെങ്ത്ത് പിടിച്ച് നോക്കാം കേട്ടോ. 50 ഇഞ്ചാണ് നീളം വേണ്ടത്. അപ്പോൾ ഇതേ ഇപ്പോൾ ഇവിടെ വരെ ക്യാമറയിൽ വരുന്നത് ഇതേ കണ്ടോ 42 ആയിരുന്നു. പിന്നെ ഞാൻ ഇതേ താഴേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം 50 ഇഞ്ചും പിന്നെ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും, ഞാൻ 1 ഇഞ്ചാണ് എടുക്കാറുള്ളത് കേട്ടോ. 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനും കൂടി വേണ്ടിയിട്ട് 51.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 52 ഇഞ്ചായാലും കുഴപ്പമില്ല, എടുത്തിട്ടുണ്ട്. ഇനി അതിനത് ഇങ്ങനെ വരച്ച് കൊടുത്തു. ഈ തുണിക്ക് ഇത്തിരി വിഡ്ത്ത് കുറവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ താഴ്ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ കിട്ടും. നീളം അല്ല ഉദ്ദേശിച്ചത്, താഴേക്ക് ഇറക്കം കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ 7.5 ഇഞ്ചാണ് ഷോൾഡർ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അളവെടുത്ത് ബോഡിയിൽ നിന്നും അളവെടുത്തിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ സൈസിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 7.5 ഇഞ്ച് ഷോൾഡർ ലെങ്ത്താണ് അവർക്ക് വേണ്ടത്. 7.5 ഇഞ്ച് തന്നെ ആം ഹോൾ ലെങ്ത്ത് എടുത്തു. അതിലൊരു മാറ്റമില്ല. നമ്മൾ എത്രയാണോ ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്നത് അത്ര തന്നെ ആം ഹോൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയിൽ നിന്ന്, അതായത് ഷോൾഡർ ലെങ്ത്തിൻ്റെ ആം ഹോൾ ലെങ്ത്ത് 7.5 അതിൻ്റെ പകുതിയിൽ നിന്ന് ഞാൻ ആം ഹോൾ കർവ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് കണ്ടോ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴിയുടെ ഭാഗം കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഷേപ്പില്ലേ, അതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇത് എല്ലാ നൈറ്റിയിലും ഒരുപോലെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേ 11 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. കണ്ടോ 11 ഇഞ്ച് ഒരു ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ അതേ നെക്കിൻ്റെ വിടുത്തും ഇറക്കമൊക്കെ അതൊക്കെ ഞാൻ സാധാരണ ചെയ്യണ പോലെ തന്നെ ഈ 3 ഇഞ്ച് നെക്ക് വിടുത്തും പിന്നെ 6 ഇഞ്ചോ 6.5 ഇഞ്ചോ വേണമെങ്കിൽ താഴേക്ക് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ഇറക്കം കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നെക്കിൻ്റെ ഇറക്കം എത്രയാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട്. 6 അല്ലെങ്കിൽ 6.5. പിന്നെ 3.5 ഇഞ്ചാണ് ബാക്കിൽ എപ്പോഴും ഞാൻ കൊടുക്കാറുള്ളത്. 3.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാറുള്ളത്. അതിനിപ്പോൾ ഇതേ റൗണ്ട് നെക്ക് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്ക് തന്നെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾക്ക് ഷോൾഡറിൽ നിന്ന് വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത് ഒരു 14-14.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ 50 നീളം, ഈ ടോട്ടൽ നൈറ്റിയുടെ നീളം 50 ആണല്ലോ. അപ്പം നമുക്കൊരു അധികം ഹൈറ്റുള്ള ആളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അത് 13.5 ഇഞ്ചായിട്ട് വരും. അപ്പോൾ ഞാൻ സാധാരണ പറയാറില്ലേ, നമ്മളുടെ ചെസ്റ്റിൻ്റെ സൈസിനേലും 1/2 ഇഞ്ച് കുറവ്, അതായത് ഇപ്പോൾ 11 ഇഞ്ചിലല്ലേ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയത്. അപ്പോൾ 10.5 ഇഞ്ചിലാട്ടോ ഞാൻ വേസ്റ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയത്. ഹിപ്പിൻ്റെ ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്തിനേലും 2 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂടുതൽ കൊടുക്കാം. അപ്പോൾ 11 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അവിടെ വരുന്നതെങ്കിൽ ഹിപ്പിൻ്റെ അവിടെ നമുക്ക് ഒരു 13 അല്ലെങ്കിൽ 13 ആകുമ്പോൾ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചിട്ട് 12.5 ഇഞ്ചോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹിപ്പിൻ്റെ അവിടേക്കുള്ള ഇറക്കം ഞാൻ എടുത്തിട്ടുള്ളത് ഷോൾഡർ ടു ഹിപ്പ് എന്ന് പറയുന്നത് 20 ഇഞ്ചിലാണ് കേട്ടോ. ഇനി അതിനെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വീതി ഈ നൈറ്റി പീസിന് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീതി കൂടുതലുള്ളതാണെന്ന് വെച്ചാൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കുറച്ചുകൂടെ താഴ്ത്തോട്ട് ഷേപ്പ് ചെയ്ത് പോരാട്ടോ. അതല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ 11 സൈസൊക്കെ ചെസ്റ്റ് സൈസിൻ്റെ അവിടെ വരുന്നവർക്ക് ഫുൾ അങ്ങോട്ട് നമ്മൾ നേരെ വരച്ചു കൊടുത്താൽ ഇത്തിരി ഭംഗി കുറവ്, അതായത് ഹിപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഇത്തിരി ചുളുക്ക് പോലെ ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ സീം അലവൻസ് 1 ഇഞ്ച് കൊടുത്തിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലത്തെ നെക്കും പിന്നെ ബാക്കിലത്തെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിത് അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ആം ഹോളിൻ്റെ എത്രയാ 9.5 ഇഞ്ചോളം സാധാരണ ഈ 11 ഇഞ്ച് വരുമ്പോഴത്തേക്കും 11 ഇഞ്ച് ചെസ്റ്റിൻ്റെ ഭാഗം ഒരു സൈഡ് വരുമ്പോൾ ഒരു 9.5 ഇഞ്ചോളം നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിത് 1/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് വേണം കേട്ടോ എപ്പോഴും ഇതുപോലെ ഒന്ന് അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 9.25 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ ചെറുതായിട്ടൊന്ന് നമ്മൾ കോൺ ഭാഗത്തുനിന്ന് കൂടി ഒന്ന് പിടിച്ചു നോക്കുകയാണ്. ഒരു 1.5 ഇഞ്ചോ 1.25 ഇഞ്ചൊക്കെ ഉണ്ടോ, ഒരു 2 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കൂടി ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കൊന്ന് ഇതുപോലെ അളന്ന് നോക്കാം. അപ്പോൾ പ്രത്യേകം ഒരു 1/4 ഇഞ്ച് കണ്ടോ ഇപ്പുറത്തേക്ക് നീക്കിയിട്ടിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഒന്ന് അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9.5 ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം കിട്ടിയത്. പ്ലസ് 1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും കൂടി വരുമ്പോൾ 10.5 ഇഞ്ചായിട്ട് മൊത്തത്തിൽ നിൽക്കുന്നുണ്ടാവും ആം ഹോളിൻ്റെ ഭാഗം കേട്ടോ. ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ വേസ്റ്റിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾക്ക് ഇതേപോലെ ചെറിയ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് തയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പിടിക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. ഇനി ഞാൻ അതിൽ നിന്ന് ബാക്ക് പാർട്ട് ഉണ്ടല്ലോ അതിന് ഞാൻ പതുക്കെ കുറച്ചങ്ങോട്ട് താഴത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആ ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ഭാഗവും പിന്നെ ആം ഹോളിൻ്റെ ഭാഗമല്ലേ കുഴിച്ചു വെട്ടാനുള്ളത് അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിൽ നെക്കിൻ്റെ ഈ 6 അല്ലെങ്കിൽ 6.5 ഇഞ്ച് നെക്കിന് ഫ്രണ്ടിൽ ഇറക്കം കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കസ്റ്റമറിന് ഈ റൗണ്ട് നെക്കാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ റൗണ്ട് നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുവിധം സാധാരണ എല്ലാവർക്കും റൗണ്ട് നെക്ക് തന്നെയാണ് പറയാറുള്ളത്. അപ്പം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗവും കുഴിച്ചെടുത്ത് കട്ട് ചെയ്തു കേട്ടോ, കുഴിച്ചു വരച്ചത്. ഇനി ബാക്കി സ്ലീവിൻ്റെ ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ കണ്ടോ നമ്മൾ ഇവിടെ തൊട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആം ഹോളിൻ്റെ ഭാഗം കുഴിച്ചു വെട്ടിയെടുത്ത ആ പീസാണത്. അപ്പോൾ അതിൽ ഞാൻ ഒരു 7 ഇഞ്ചോളം സ്ലീവിൻ്റെ ലെങ്ത്തും പിന്നെ അതിൽ നമ്മൾ 3.5 ഇഞ്ച് കണ്ടോ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്കാണ് ഇനി നമ്മൾ കുഴിച്ചു വെട്ടാൻ പോണത്. അപ്പം നമ്മൾക്ക് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം 9.5 ഇഞ്ചല്ലായിരുന്നത് നമ്മൾ അളന്നെടുത്തപ്പോൾ സീം അലവൻസ് കൂട്ടാതെ 9.5 ഇഞ്ചായിരുന്നല്ലോ. അപ്പം ഞാൻ അത് കറക്റ്റ് ചെയ്ത് അതിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ താഴ്ഭാഗത്തും ഇതുപോലെ ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഇതുപോലെ പിടിച്ചു നോക്കി, അവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാട്ടോ അതിലേക്കാണ് നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട സ്ലീവിൻ്റെ റൗണ്ട് 6.5 ഇഞ്ചാണ് ഇതിന് വേണ്ടത്, അതും മാർക്ക് ചെയ്തു കേട്ടോ. ഇതൊക്കെ ഞാൻ മറ്റുള്ള വീഡിയോകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓരോ നൈറ്റി കട്ടിങ്ങിലും ഈ സ്ലീവിൻ്റെ ഭാഗവും കൂടി ഞാൻ പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ ഓരോ അളവുകളുടെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ സീം അലവൻസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ 1 ഇഞ്ച്. അതിന് ശേഷം നമ്മളതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മളുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കതിൽ കുഴിച്ചു വെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതിപ്പോൾ 2 പീസായിട്ടാണ്, രണ്ട് സ്ലീവിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നേരെ കുഴിച്ചു വെട്ടി കഴിഞ്ഞാൽ ഒരു സ്ലീവിൻ്റെ 2 ഭാഗവും കുഴിച്ചു വെട്ടാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ മടക്കിയിട്ടതനുസരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ വരണത്. അപ്പോൾ അതിനെ നമ്മൾ നല്ല ഭാഗവും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ കുഴിച്ചു വെട്ടാനുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നല്ല ഭാഗം അല്ലെങ്കിലും മറ്റ് 2 റോങ് സൈഡുകൾ തമ്മിലായാലും കൂട്ടി വെച്ചിട്ട് വേണം. ഒന്ന് നല്ല ഭാഗവും മറ്റത് അതായത് ഉൾഭാഗവും തമ്മിലാവരുത്. സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ട് പിന്നെ നമ്മൾ ആ 9.5 ഇഞ്ചിൻ്റെ അതായത് ആ റിഗാളിൻ്റെ അളവുണ്ടല്ലോ കൈക്കുഴിയുടെ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കണ സമയത്ത് എളുപ്പത്തിന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഡിസൈൻ ചെയ്തിരുന്നത് ഈ ഒരു പീസ് വെച്ചിട്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിനെ നമ്മൾ സെയിം ആ മെഷർമെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നെക്കിന് കൊടുത്തത്, ഫ്രണ്ടിലത്തെ നെക്കിന് കൊടുത്തത്, ആ മെഷർമെൻറ്റുകളൊക്കെ ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 3 ഇഞ്ച് നെക്ക് വിടുത്തും 6.5 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും. അതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് ആക്കി അത് വരച്ചു കൊടുക്കുക.
അപ്പോൾ താഴെ 3 ഇഞ്ച് തന്നെയല്ലേ നമ്മൾ എടുത്തിരുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്ത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിൽ ആ നെക്കിൻ്റെ ഷേപ്പ് കൂടി വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാൻ പോണ ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഫിനിഷ് ചെയ്തതിൽ കണ്ടുല്ലോ. അപ്പം ഇതുപോലെയാണ് കേട്ടോ ഞാനത് ചെയ്തത്. അതിന് അളവൊന്നും ഞാൻ അങ്ങനെ അളന്നെടുത്തില്ല. എനിക്കിതേപോലെ നൈറ്റികൾ വരുമ്പോൾ എനിക്കൊരു അപ്പോൾ തോന്നുന്ന ഒരു ഐഡിയ എന്താണോ ആ ഒരു ഡിസൈനാണ് ഞാൻ സാധാരണ ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പുറത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ നെക്കിൻ്റെ ആ ഭാഗം അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആ പൈപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ചുരിദാറിൻ്റെ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഈ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഞാൻ നമ്മുടെ സിംഗിൾ പ്രഷർ ഫുട്ടില്ലേ അത് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി തടി കൂടുതലുള്ളൊരു ത്രെഡാണ്. അതുകൊണ്ട് നമ്മുടെ സാധാ മെഷീൻ്റെ പ്രഷർ ഫുട്ട് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നൂല് സൂചി വന്നിട്ട് നമ്മളുടെ ഈ നൂലുമഴിക്ക് കയറിപ്പോവും. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഒരു പീസ് ഇതുപോലെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് ഈ സിംഗിൾ പ്രഷർ ഫുട്ടിന് അത് 2 സൈഡായിട്ട് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് അടിക്കാനുള്ളതും റൈറ്റ് സൈഡിലേക്കായിട്ടുള്ളതായിട്ട് വരുന്നുണ്ട്. 50 രൂപയോ മറ്റോ തോന്നുന്നു ഒരു പീസിന്. ഇത് ഞാനിപ്പോൾ മേടിച്ചതല്ല, കുറച്ച് നാൾ മുൻപ് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് കാരണം എനിക്ക് അതിൻ്റെ കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇതുപോലെ അതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഈ ലൈനുകളായിട്ട് വരുന്ന ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഇതുപോലെ, അപ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ ക്രോസ് ആയിട്ട് വെച്ചിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. ചുരിദാറുകൾക്കായാലും ഇതുപോലെ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ ചെയ്ത പാറ്റേൺ നമ്മൾ പറഞ്ഞ് ചെയ്തെടുത്തില്ലേ ആ ഡിസൈൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ എഡ്ജ് ഭാഗം വരുമ്പോൾ നമ്മൾ അതിനെ സൂചീനെ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം നമ്മുടെ പ്രസ് ഫുട്ടിൻ്റെ ഭാഗമില്ലേ അതൊന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ തിരിച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കുക. അതായത് ആ ത്രെഡിൻ്റെ അരുഭാഗത്ത് കൂടി അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഭാഗങ്ങൾ വരില്ല, ഈ മൂലഭാഗങ്ങൾ വരുന്നിടത്ത് ചെറിയൊരു കട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം നമുക്കിതിനെ മറയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അത് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോഴും ഞാൻ ആ സിംഗിൾ പ്രഷർ ഫുട്ട് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഇനി ഇവിടെ എത്തുമ്പോഴും ഈ മൂലഭാഗങ്ങളിൽ എത്തുമ്പോൾ എപ്പോഴും ആ സൂചീനെ ഒന്ന് കുത്തി നിർത്തി നമ്മുടെ പ്രഷർ ഫുട്ടിനെ പൊന്തിച്ച് നമുക്ക് തിരിച്ച് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ ഈ സൈസിൻ്റെ 44 സൈസിൻ്റെ ചുരിദാർ മോഡൽ നൈറ്റിയുടെ കട്ടിങ് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഫ്രണ്ടിലെ ഡിസൈൻ ചെയ്യുന്നതും കൂടി ആയിട്ടാ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. ഇപ്പോൾ തന്നെ ഒത്തിരി നീളം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കി തുടർന്നുള്ളത് കാണിക്കാത്തത്. നമ്മൾ മുൻപും ഇതിൻ്റെ ചുരിദാർ മോഡൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ അതിൻ്റെ പാറ്റേൺ ഫുള്ള് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡിൽ നമ്മൾ ചെയ്ത ഈ ഡിസൈനില്ലേ അതിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം ദേ 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾക്ക് ആ നെക്കിൻ്റെ ഭാഗം അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഈ കഴുത്തിൻ്റെ ഭാഗത്തും ഈ പൈപ്പിങ്ങിൻ്റെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ റോങ് സൈഡിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡിൽ വെക്കണം എന്നില്ല. നമുക്ക് നല്ല ഭാഗത്ത് തന്നെ പാറ്റേൺ ശരിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കഴുത്തിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ത്രെഡിൻ്റെ പൈപ്പിംഗ് ചെയ്തില്ലേ ഈ ഡിസൈനിൽ, അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അതിൽ ചെയ്തില്ല. അപ്പോൾ ഇത് ചെറുതായിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഈ ഡിസൈനിനെ നമുക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചുരിദാർ മോഡൽ നൈറ്റിക്ക് ചെയ്യുന്ന ഡിസൈനുകളിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മളിതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടൊക്കെ ചെയ്യണേനൊക്കെ ഈ റോങ് സൈഡിൽ നിന്ന് നല്ല ഭാഗത്തേക്ക് നമ്മൾ മറിച്ചിട്ടാണ് അടിക്കാറുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ. ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ആ തൊട്ട് അരിഭാഗത്ത് തന്നെയായിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ നൂല് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പച്ച കളറായിരുന്നു നൂലിട്ടിരുന്നത് ഈ നൈറ്റീരെ കളറായിട്ട്. പക്ഷെ ഇപ്പം ഞാനത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇത് ആ പച്ച കളർ പെട്ടെന്ന് എടുത്ത് കാണിക്കുമല്ലോ. ഈ ഡിസൈൻ നമ്മൾ ചെയ്തമേ ആ ബ്ലാക്ക് കളറുമ്പോൾ ചെറിയൊരു പച്ച കളറ് കുഞ്ഞു പ്രിൻ്റ് വരുന്നുണ്ട്. അതൊരു നൈറ്റീരെ തയ്ച്ചതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ആ ചെയ്ത പൈപ്പിങ്ങിൻ്റെ ഭാഗമല്ലേ അതിനെ മാത്രം പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ തയ്യൽ തുമ്പായിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ത്രെഡിൻ്റെ അരുഭാഗത്ത് കൂടെ നമ്മൾ അടിച്ചു വരാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത് സെൻറ്റർ ഭാഗം നീങ്ങി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മാറിപ്പോകുമെന്ന് തോന്നുക വെച്ചാൽ ആ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്നില്ലെങ്കിൽ വലിയ കാണിയിൽ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അതല്ലാന്ന് വെച്ചാൽ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ അത് നീങ്ങിപ്പോവില്ല. നീങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നീങ്ങിയാൽ എന്തായാലും നമ്മൾ രണ്ടാമത് അഴിച്ച് പണിയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇത്ര തന്നെയാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റുള്ള ചുരിദാർ മോഡൽ നൈറ്റിയിലെ സ്റ്റിച്ചിങ് വീഡിയോകൾ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു ചെറിയൊരു വള്ളി പോലെ ഇങ്ങനെ ഒരു ഇത് പിടിപ്പിക്കില്ലേ, അതും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബട്ടണൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൂടി ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളൂ. താങ്ക് യു.